മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ ഉയർത്തിവിട്ട വിവാദം അത് എനിക്ക് തോന്നുന്നത് ഈ ദിവസങ്ങളിലൊക്കെയും ഈ സമയങ്ങളിലൊക്കെയും പോലും വലിയ ചർച്ചയായി മാറുന്നുണ്ട്. പ്രളയം ബാധിച്ച ജില്ലകളിൽ ഒന്നുകൂടിയാണല്ലോ എറണാകുളം. അതെ അതെ രേണുക, ഈ 5 മണ്ഡലങ്ങൾ, അതായത് LDFന്റെ കൈപ്പിടിയിലുള്ള ഈ 5 മണ്ഡലങ്ങളും വിട്ടുപോകാതിരിക്കാനുള്ള പരിശ്രമത്തിലാണ് LDF. പക്ഷെ അതേസമയം UDFന് അനുകൂലമാകും, UDFന്റെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊരു പ്രചാരണമാണ് പ്രവർത്തകർക്കിടയിലും അല്ലെങ്കിൽ നേതാക്കളുമൊക്കെ പറയുന്നത്. അതിൽ നമുക്കറിയാം ഈ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട 2 മണ്ഡലങ്ങൾ അത് എറണാകുളത്തിലായിരുന്നു. ഒന്ന് കൊച്ചിയും മറ്റൊന്ന് പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി പകരം മനോജ് മൂത്തേടത്തിനെ നിർത്തിയത് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു എൽദോസ് പക്ഷത്തിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസൊക്കെ അവിടെ തിരിച്ചടിയാകുമെന്ന പ്രചാരണമൊക്കെ ഉണ്ടായി. അത് വലിയ പ്രതിഷേധം, സ്വതന്ത്രനായി മത്സരിക്കും, വിമതനാകും, അങ്ങനെയൊക്കെ പല അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടരുവാനും അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന് ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കാൻ ഇപ്പോഴും പാർട്ടിക്കായോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ദീപ്തി ഇപ്പോഴും ഒരു തൻ്റെ പ്രതിഷേധം പരോക്ഷമായും ഒക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെ അവസാന നിമിഷം വരെയും ദീപ്തി മേരി വർഗീസും സീറ്റ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ ദീപ്തിയെ വെട്ടി പകരം മുഹമ്മദ് ഷിയാസിനെ പ്രതിഷ്ഠിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ രേണുക ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ്. അത് ഓഡിയോ ആണെന്നാണ് മന്ത്രി കൂടിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെയൊക്കെ പൂർണ്ണമായും തള്ളുകയാണ്, വെല്ലുവിളിക്കുകയാണ് മാത്യു കുഴൽനാടൻ. അത് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് താൻ വീട്ടിലിരിക്കാമെന്നാണ് ഈ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓഡിയോ ആണ് താൻ പുറത്തുവിട്ടത് വ്യാജ ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരേക്കും പരാതി നൽകുവാൻ മന്ത്രി തയ്യാറായില്ല എന്നൊരു ചോദ്യമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി വരെ ഇതിനൊരു മറുപടി പറയേണ്ട അവസ്ഥ വന്നല്ലോ എന്നുള്ളൊരു നിരാശ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്, ഇടത് ക്യാമ്പിലുണ്ട്. പ്രത്യേകിച്ച് നാളെ തിരഞ്ഞെടുപ്പിനായി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് ജനങ്ങളെ വളരെയേറെ ബാധിച്ച, എറണാകുളം ജില്ലയെ ബാധിച്ച, അതിനപ്പുറത്തേക്ക് കേരളം തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ വരെ എത്തിയത്. അതൊരു സർക്കാരിൻ്റെ അനാസ്ഥയാണ്, മനുഷ്യനിർമ്മിതിയാണ് എന്നതിൽ അതിൽ ഒരു മന്ത്രിക്ക് പങ്കുണ്ട്. കോടികൾ പണത്തിന് പിന്നാലെ പോയപ്പോൾ ജനങ്ങളുടെ ജീവന്റെ വില മറന്നു എന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ വരുമ്പോൾ അത് സർക്കാരിനെ എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്ക കൂടി ഇടത് ക്യാമ്പിലുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അടക്കം ഇന്നലെ അതിന് മറുപടി നൽകിയതാണ്. പ്രതിപക്ഷം ആ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ്റെ ആരോപണത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം അതിനെ ഏറ്റെടുത്ത് സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കി തന്നെ അവസാന നിമിഷവും പ്രയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോഴെന്തായാലും ഈ നിശബ്ദ പ്രചാരണമാണ്. മറ്റ് പരസ്യ പ്രസ്താവനകൾക്കൊക്കെ വിലക്കുള്ളതിനാൽ മാത്യു കുഴൽനാടൻ അല്പമൊന്ന് നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പറഞ്ഞത് തൻ്റെ പക്കൽ കൂടുതൽ തെളിവുകളുണ്ട്, അതുടനെ പുറത്തുവിടുമെന്നാണ്. പക്ഷെ അത് പെരുമാറ്റച്ചട്ട ലംഘനമായതുകൊണ്ട് അദ്ദേഹം ഇന്ന് ചിലപ്പോൾ പുറത്തുവിടാൻ സാധ്യതയില്ല. പക്ഷേ വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാനും സാധിക്കും. മാത്യു ടി തോമസ് ഉൾപ്പെടെ ഈ ആരോപണത്തെ തള്ളിയിട്ടുണ്ട്, പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. അത് കോടതിയുടെയൊക്കെ നിരീക്ഷണമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മാത്യു ടി തോമസ് ഇതിനെ പ്രതിരോധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഈ 2018 പ്രളയത്തിന് ശേഷം അത് സർക്കാരിൻ്റെ അനാസ്ഥയായിരുന്നു എന്ന ഒരു ആരോപണം തുടക്കം മുതൽ തന്നെ ആ സമയത്ത് തന്നെ പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആരോപണം ഉയർന്നു വരുന്നത്. എന്തായാലും 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അത് സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു മുൻ മന്ത്രിക്കെതിരെ ഉയരുമ്പോൾ അതിന് അല്പം കൂടി ഗൗരവത്തോടുകൂടി തന്നെയാണ് ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നത്. അവർക്കിടയിലെ ഒരു പാർട്ടി പോരെന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം അതൊരു മന്ത്രി തന്നെ പറയുന്നുണ്ട്. അത് മാത്യു ടി തോമസിനെ പുണ്യാളനല്ല എന്നൊക്കെ പറയുന്നതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള വിഷയം ഇത് മാറുന്നതും. രേണുക, നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന 2021 പ്രളയത്തിന് ശേഷമാണ് തുടർ ഭരണം ഇവിടെ ഉണ്ടാകുന്നത്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ടാണ് വലിയ ആരോപണം ഇപ്പോൾ മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം പ്രളയം ജനങ്ങളെ ഏത് നിലയിൽ ബാധിച്ചിട്ടുള്ള വിഷയമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. അത്തരമൊരു വിഷയത്തിൽ
കൂടുതൽ തുറന്നു പറച്ചിലുണ്ടാകുന്നു. അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. നേരത്തെ മുതൽ തന്നെ അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നത് ഒരു ശബ്ദ സന്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ ആരോപണം ഉയരുമ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ഈ ദിവസവും അതൊരു ശക്തമായ വിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും കൂടുതൽ പ്രത്യാരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ നിലയിൽ ചർച്ചയാകും. കാരണം കൂടുതൽ തെളിവുകളുണ്ട് എന്നൊരു അവകാശവാദം മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതേസമയം ഈ ആരോപണങ്ങളൊക്കെ ഞങ്ങൾ ജയിച്ചതാണ് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം. കാരണം 2018 പ്രളയമുണ്ടായതിനു ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ അതുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ തുടർ ഭരണം നൽകിയത് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ പ്രചരണങ്ങൾ ഒന്നും ഏശില്ല എന്നതാണ് അവർ പറയുന്നത്. AI നിർമ്മിതമാണ് ഈ ശബ്ദ സന്ദേശം എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്നു. എന്തായാലും ഈ ദിവസവും അത് വലിയ ചർച്ചയാണ്. എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്തിന് പുറത്തും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഷയമാണ് അത് എന്നതും നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷ എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ളപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ശക്തമായ മത്സരം പല മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നു എന്നതാണ് അതിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്നത് കൂടിയാണ് നവമി ദിനേശ് റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.